ഇത്തവണയും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് കേരളത്തിൽ മുസ്ലിം ലീഗിന്റെ സമ്മർദ്ദ തന്ത്രം ഉണ്ടാകും. കഴിഞ്ഞ തവണ വലിയ പിടിവാശിയൊന്നും കാട്ടിയില്ലെങ്കിലും ഇത്തവണ തങ്ങൾക്ക് 3 സീറ്റ് വേണം എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കാനാണ് ലീഗിന്റെ പ്രാഥമിക തീരുമാനം. വയനാട് സീറ്റാണ് ലീഗ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. കൂടുതലായി ലീഗിന്റെ യുവതാരം PK ഫിറോസിന് വേണ്ടിയിട്ടാണ് വയനാട് സീറ്റ് ചോദിക്കുന്നത് എന്ന് ലീഗ് കേന്ദ്രങ്ങളിൽ ഒരു ധാരണയായി കഴിഞ്ഞു. പക്ഷേ ഒരു യാഥാർത്ഥ്യമുണ്ട്, എന്തായാലും ലീഗിന് ആ സീറ്റ് കിട്ടാൻ പോകുന്നില്ല. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ആ ഒരു സീറ്റ് എന്തായാലും ലീഗിന് ഇനി എത്ര പിടിവാശി കാണിച്ചാലും കൊടുക്കില്ല എന്നുള്ള കാര്യവുമുണ്ട്. ലീഗിനെ സംബന്ധിച്ച് എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തവണ ഈ പിടിവാശി ഉണ്ടാക്കുന്നത്? കേന്ദ്രത്തിൽ UPAയുടെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ അധികാരത്തിൽ വരുന്നതിനുള്ള സാധ്യതകൾ സർവേകളിലൊക്കെ തെളിഞ്ഞു വരുമ്പോൾ വലിയ പ്രതീക്ഷയിലാണ് ലീഗും. ലീഗിൻ്റെ നേതാവ് PK കുഞ്ഞാലിക്കുട്ടിക്ക് കേന്ദ്ര മന്ത്രിസഭയിൽ ക്യാബിനറ്റ് റാങ്ക് വേണം എന്നുള്ള ആ ഒരു ഉപാധിയെങ്കിലും ഈ സീറ്റ് കടുംപിടുത്തത്തിൽ കൂടി ഉറപ്പിക്കാൻ ലീഗിന് സാധിക്കും എന്നാണ് വ്യക്തമാകുന്നത്. അഹമ്മദിന് കേന്ദ്ര സഹമന്ത്രി സ്ഥാനമാണ് നൽകിയത്. അതിനപ്പുറത്തേക്ക് ക്യാബിനറ്റ് പദവി തന്നെ ഉറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ലീഗ് ഇത്തവണ സമ്മർദ്ദ തന്ത്രവുമായി ഇറങ്ങും. അധികാരത്തിലെത്താനുള്ള സാധ്യതകളുണ്ട് എന്ന് തന്നെയാണ് പൊതുവായി വിലയിരുത്തപ്പെടുന്നത്. കാരണം പ്രതിപക്ഷ കക്ഷികളുടെയൊക്കെ കൂട്ടായ്മ രംഗത്ത് വരികയാണെങ്കിൽ സ്വാഭാവികമായി വിജയിച്ചു കയറാൻ സാധിക്കും എന്ന് ഉറപ്പാക്കുന്നു. UPAക്ക് മാത്രമായിരിക്കില്ല ഭൂരിപക്ഷം, മറ്റ് പുറമേ നിന്നുള്ള കക്ഷികളുടെ പിന്തുണ കൂടി ലഭ്യമാക്കി അധികാരം പിടിക്കാനാകും എന്നുള്ള പ്രതീക്ഷ നിലനിൽക്കുന്നത് കൊണ്ടാണ് ലീഗ് തുടക്കത്തിൽ തന്നെ ആ ഒരു സമ്മർദ്ദ തന്ത്രത്തിലേക്ക് നീങ്ങുന്നത്. ലീഗ് മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ജനതാദൾ വീരേന്ദ്രകുമാർ വിഭാഗത്തിന് നൽകിയിരുന്ന സീറ്റ് ഇത്തവണ നൽകണ്ടല്ലോ. അപ്പോൾ ഒരു സീറ്റ് കോൺഗ്രസിന് അധികമായി കിട്ടും. ആ നിലയ്ക്ക് തങ്ങൾക്ക് ഒരു സീറ്റിന് കൂടി അർഹതയുണ്ട്. നിയമസഭയിലെ പ്രാതിനിധ്യം നോക്കിയാലും 3 സീറ്റ് കിട്ടാനുള്ള പ്രാതിനിധ്യത്തിനുള്ള അർഹത തങ്ങൾക്കുണ്ട് എന്നുള്ള നിലപാട് നേരത്തെയും ലീഗ് ഉന്നയിച്ചിട്ടുള്ളതാണ്. ഇത്തവണ അത് കൂടുതൽ ശക്തമായി ഉന്നയിക്കാൻ പോകുന്നത് കേന്ദ്രത്തിൽ സഹമന്ത്രി സ്ഥാനമല്ല തങ്ങൾക്ക് വേണ്ടത്, ക്യാബിനറ്റ് മന്ത്രിസ്ഥാനമാണ് എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയാണ്. ആ ഉറപ്പിക്കൽ അതുകൊണ്ടാണ് തുടക്കത്തിൽ ഞാൻ ഇത്തവണ പാർലമെന്റിലേക്ക് 2ാം വട്ടം മത്സരത്തിനില്ല എന്ന് പറഞ്ഞിരുന്ന PK കുഞ്ഞാലിക്കുട്ടി തന്നെ ട്രെൻഡുകൾ മാറുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മത്സര രംഗത്തിറങ്ങാൻ തയ്യാറാണ് എന്ന നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. അതാണ് ലീഗ് ഈ 3ാം സീറ്റ് എന്നുള്ള വാദമുയർത്തി സമ്മർദ്ദം സൃഷ്ടിക്കുന്നതിന് പിന്നിലുള്ള പ്രധാനപ്പെട്ട കാരണവും.